നിർധനരുടെയും അസംഘടിതരുടെയും ക്ഷേമം ഉറപ്പുവരുത്തിയ ജനനേതാവായിരുന്നു അന്തരിച്ച മുൻ മന്ത്രി കെ.എം. മാണിയെന്ന് പാലാ രൂപതാ വികാരി ജനറൽ റവറന്റ് ഫാദർ ജോസഫ് തടത്തിൽ പറഞ്ഞു. കെ.എം. മാണിയുടെ 91-ാം ജന്മദിനം കേരള കോൺഗ്രസ് എം കാരുണ്യ ദിനമായി ആചരിച്ചു. ഇതോടനുബന്ധിച്ച് വിവിധ അഭയകേന്ദ്രങ്ങളിലും പുനരധിവാസ കേന്ദ്രങ്ങളിലുമായി ഭക്ഷ്യവിതരണം, വസ്ത്രവിതരണം, ഉപകരണ വിതരണം തുടങ്ങി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പാലാ മരിയ സദനത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം പാലാ രൂപത വികാരി ജനറൽ റവറന്റ് ഫാദർ ജോസഫ് തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളിങ്ങനെ തന്നപ്പോൾ ഒരു വലിയ ആൾക്കൂട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി മാണി സാറിൻ്റെ അവിടെയൊക്കെ ഓഫീസിൽ നിന്ന് അടുത്ത് ചെല്ലാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മാണി സാർ ഇങ്ങനെ എടുത്തു പറഞ്ഞു എനിക്ക് കളക്ടേഴ്സ് മീറ്റിംഗ് ആണ്, ആദ്യത്തെ പേപ്പർ ഞാൻ അവതരിപ്പിക്കേണ്ടത്, സോറി കേട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്യാവോ, ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോൾ കാണാമെന്നൊക്കെ വളരെ മാന്യമായിട്ട് അദ്ദേഹം ഡീൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഓർക്കുന്നു പാലായിൽ നിന്ന് വന്ന ഷർട്ട് പോലും ധരിക്കാത്ത ഏതാനും മനുഷ്യരെയും അവരെയൊക്കെ തോളെ തട്ടി വേഗം ചേർത്ത് നിർത്തി ഇതുകൊണ്ടാവട്ടോ നമുക്ക് പിന്നെ പറയാം എന്നെ അത്യാവശ്യം. അപ്പോൾ അവരോട് ഓരോരുത്തരെ വിളിച്ചിട്ട് ഓരോന്നൊക്കെ സാറ് പറഞ്ഞു. അന്നേരമാണ് ഒരിക്കലച്ഛൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ അച്ഛനോ ഒരച്ഛനോ അപ്പോൾ സോഷ്യൽ സർവീസിൻ്റെ കാര്യം അച്ഛൻ അറിയാത്ത കയറി ചെന്നിരുന്നു. എന്നാ അച്ഛൻ പ്രശ്നം ഇപ്പം ഇങ്ങനെ ഒരു പൾവറൈസറിന് സാറേ കണക്ഷനാണ്, ഞാനിങ്ങനെ കൂട്ടത്തിലൊരു ശിശുവായിട്ടിട്ടുണ്ട്. അച്ഛാ ഇപ്പം ഇങ്ങനെ കണക്ഷനൊന്നും അനുവദിക്കുകയല്ലാത്ത കാലമാണല്ലോ, പിന്നെ നമ്മുടെ പിള്ളേരുടെ പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നമല്ലേ, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കാം. അച്ഛാ ഉടനെ വിളിച്ചു ഒരു ലെറ്റർ പാഡിൽ എഴുതി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഗീവ് ടു ആർ ബാലകൃഷ്ണ പിള്ളൈ, മിനിസ്റ്റർ ഓഫ് ഇലക്ട്രിസിറ്റി, ഒറ്റ സെന്റൻസ്, ഗീവ് ഇമ്മീഡിയറ്റ് കണക്ഷൻ ടു ദ പൾവറൈസർ ഇൻ മൈ കോൺസ്റ്റിറ്റ്യുവൻസി. ആ ഒരൊറ്റ വാചകമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഒരു വർഷം മുഴുവൻ നോക്കിയിട്ട് കിട്ടാത്ത കണക്ഷന് 3-ാം ദിവസം സർവ്വ പോസ്റ്റും സർവ്വ സാധനവും വലിച്ചുകൊണ്ട് ആളുകൾ അവിടെ എത്തിയ കണക്ഷൻ. പാലാ മുൻ മുനിസിപ്പൽ കമ്മീഷണർ രവി പാല അധ്യക്ഷത വഹിച്ചു. ഞാനും മാണിസാറുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കറിയാൻ മേലാത്ത ഒരുപാട് രഹസ്യങ്ങൾ പറയേണ്ടി വരും. അതിന് ഞാൻ തുനിയുന്നില്ല. പക്ഷേ ഈ കാരുണ്യ പദ്ധതി മാത്രം മതി ലോകപ്രശസ്തമാകാൻ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ. ഞാൻ എന്നോട് ചോദിച്ച ആളുകൾക്കെല്ലാം മറുപടി കൊടുത്തിട്ടുണ്ട്. ആരാണ് മാണിസാർ? മാണിസാർ എന്ന് പറഞ്ഞാൽ കാരുണ്യ പദ്ധതിയുടെ ഉപജ്ഞാതാവെന്നോ എന്നതാണ് വിശേഷണം പറയണമെന്ന് വെച്ചാൽ അതെല്ലാം കൂടെ ചേർത്ത് പറയാവുന്നതാണ്. ഞാൻ അദ്ദേഹത്തെ കാണുന്ന മറ്റൊരു കാര്യങ്ങളാണ്, മഹത്തായ ലോകത്തിൽ ആർക്കും സാധിക്കാൻ, ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും സാധിക്കാത്ത മറ്റൊരു കാര്യം സാധിച്ചതിനെ പറ്റിയാണ് എൻ്റെ മനസ്സിൽ മാണി സാറുള്ളത്. അത് വിവരാവകാശത്തിനുള്ള അപേക്ഷ അയക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കി. നഗരസഭാ ചെയർപേഴ്സൺ ലീന സണ്ണി, യൂത്ത് ഫ്രണ്ട് എം പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ, സന്തോഷ് മരിയ സദനം, കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ, ഷാജു തുരുത്തൻ, ടോബിൻ കെ അലക്സ്, പെണ്ണമ്മ ജോസഫ്, ഔസേപ്പച്ചൻ വാളിപ്ലാക്കൽ, ജോസിൻ ബിനോ, ഫിലിപ്പ് കുഴികുളം, ബിജു പാലുപടവൻ, സാജോ പൂവത്താനി, ബെന്നി തെരുവത്ത് എന്നിവർ പ്രസംഗിച്ചു. അതുപോലെ തന്നെ മരിയസനെ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം. ഈ ഓഡിറ്റോറിയം നിറയെ ആളുകൾ, പാലായിലുള്ള ആളുകളും ഇവിടുത്തെ പേഷ്യൻസോ റിലേറ്റീവ്സോ ഒക്കെ വന്നിരുന്ന് അടച്ചു പൂട്ടാനുള്ള ഓർഡർ ഗവൺമെൻറ് ഇട്ടപ്പോൾ മാണിസാറിൻ്റെ ഒരൊറ്റ വാക്കാണ്. അവിടെ നിന്ന് ഒരാൾ വെളിയിലിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ റിയാക്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, ജയരാജൻ MLA എപ്പോഴും പറയും നിയമസഭ പിടിച്ചു നിർത്തിയ ആളാണ് സന്തോഷം. കാരണം നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെല്ലാം വെളിയിലിറങ്ങി വന്ന് മാണിസാറ് വെച്ചിട്ട് അത്രമാത്രം വലിയ സ്ഥാനത്ത് വാത്സല്യത്തോടെ നോക്കിക്കണ്ട സാറിൻ്റെ ഓർമ്മകൾ മുമ്പിൽ ആദരാഞ്ജലികളും പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ്. മരിയ സദനം അന്തേവാസികൾക്കൊപ്പം നേതാക്കളും പ്രവർത്തകരും ഉച്ചഭക്ഷണം വിളമ്പുകയും കഴിക്കുകയും ചെയ്ത ശേഷമാണ് മടങ്ങിയത്. കെ.എം. മാണിയുടെ 91-ാം ജന്മദിനത്തിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളി കല്ലറയിൽ നേതാക്കളും പ്രവർത്തകരും ഒത്തുകൂടി സ്മരണാഞ്ജലി അർപ്പിച്ചു. പ്രത്യേക പ്രാർത്ഥനയും നടത്തി. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു പുഷ്പചക്രം അർപ്പിച്ചു. ജോസ് ടോം, സിറിയക് ചാഴിക്കാടൻ, പെണ്ണമ്മ ജോസഫ്, നിർമ്മല ജിമ്മി, ഫിലിപ്പ് കുഴികുളം, ബേബി ഉഴുത്തുവാൽ, ലീന സണ്ണി, ഔസേപ്പച്ചൻ വാളിപ്ലാക്കൽ, ബൈജു ജോൺ, ടോബിൻ കെ അലക്സ്, രാജേഷ് വാളിപ്ലാക്കൽ, ബൈജു കൊല്ലംപറമ്പിൽ, ജെയ്സൺ മാന്തോട്ടം, ജോസ് ചീരാംകുഴി, ജോസുകുട്ടി പൂവേലി, സോണി മൈക്കിൾ, ആനന്ദ് ചെറുവള്ളി, ബിജു പാലുപടവൻ, സജോ പൂവത്താനി, ഡി പ്രസാദ്, സണ്ണി പൊരുന്നക്കോട്ട്, ബെന്നി തെരുവത്ത്, ടോബി തൈപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. BMTV ന്യൂസ്, പാലാ.